മയക്കുമരുന്ന് ആസക്തി പലപ്പോഴും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിലേക്ക് നയിക്കുന്നു. അതിൻ്റെ ഭാഗമായി സാമ്പത്തിക ബുദ്ധിമുട്ട്, വൈകാരിക പ്രശ്നങ്ങൾ, കുറ്റവാസന, ആത്മഹത്യ ഇവയെല്ലാം വർദ്ധിച്ചു വരികയാണ്. കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ലഹരി വസ്തുക്കളിൽ കഞ്ചാവ്, ഹെറോയിൻ, മെത്താംഫെറ്റാമൈൻ, സിന്തറ്റിക് മരുന്നുകൾ ഇവയെല്ലാം ഉൾപ്പെടുന്നു. സിന്തറ്റിക് മരുന്നുകളുടെ ഉപയോഗത്തിലെ വർധന സാഹചര്യത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു. ലഹരി ഉപയോഗവും വ്യാപനവും തടയാനുള്ള ബോധവൽക്കരണവും നടപടികളും സംബന്ധിച്ച് വിപുലമായ യോഗം നേരത്തെയും ചേർന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇന്നും അതിൻ്റെ ഭാഗമായുള്ള യോഗം ചേർന്നിരുന്നു. വിവിധ വകുപ്പുകൾ തങ്ങൾ ചെയ്തു വരുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും തുറന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ വിശദമായി അവതരിപ്പിച്ചു. പോലീസ്, എക്സൈസ്, പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, തൊഴിൽ, പട്ടികജാതി പട്ടികവർഗം, ആരോഗ്യം, കായികം, സാംസ്കാരിക യുവജനക്ഷേമം തുടങ്ങിയ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഇന്ന് ചർച്ച ചെയ്ത നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി മുൻപാകെ വെച്ച് അവരുടെ അഭിപ്രായം കൂടി ചേർത്ത് വിപുലമായ കർമ്മ പദ്ധതിക്ക് രൂപം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഏപ്രിൽ 16 വിവിധ മതമേലധ്യക്ഷന്മാരുടെ യോഗവും 17 സർവകക്ഷി യോഗവും വിളിച്ചു ചേർക്കും. വിപണനവും സംഭരണവും ഉപയോഗവും തടയാൻ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന കർമ്മപദ്ധതി കേരള പോലീസ് നടപ്പാക്കുകയാണ്. ഡി ഹണ്ട് ഡ്രൈവിന് പുറമെ ആ ഡ്രൈവിന് സഹായകരമായ ഇൻ്റലിജൻസ് ഇൻപുട്ട് നൽകുന്നതിനായി ഡ്രഗ് ഇൻ്റലിജൻസ് ഡീൻഡ് എന്ന സംവിധാനം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതുവഴി കഴിഞ്ഞ ഫെബ്രുവരി 22 മുതൽ ഏപ്രിൽ 4 വരെയുള്ള ചുരുങ്ങിയ കാലയളവിൽ മാത്രം 2503 സോഴ്സ് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. സംസ്ഥാന തലത്തിൽ കേരള ആൻറ്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് കാൻസാഫ് എല്ലാ ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവിമാരുടെ മേൽനോട്ടത്തിൽ ജില്ലാ ആൻറ്റി നാർക്കോട്ടിക് സെല്ല് ഡാൻസാഫ് ഇവയെല്ലാം നിലവിലുണ്ട്. അതിനു പുറമെ ലോക്കൽ പോലീസും ശക്തമായ പരിശോധനകളും റെയ്ഡുകളും നടത്തുന്നു. ലഹരി വസ്തുക്കളുടെ ഉൽപ്പാദനം, വിതരണം, കടത്തിക്കൊണ്ടുപോകൽ, സംഭരണം ഇവയിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി 2024 സംസ്ഥാനത്താകെ 27,578 കേസുകൾ രജിസ്റ്റർ ചെയ്തു.
29,889 പ്രതികളെ അറസ്റ്റ് ചെയ്തു. 45 കോടി വിലയുള്ള വിവിധ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. 2025 മാർച്ച് 31 വരെ 12,760 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 13,449 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 12 കോടിയുടെ മയക്കുമരുന്നുകൾ പിടിച്ചു. സ്ഥിരം മയക്കുമരുന്ന് വ്യാപാരം നടത്തി ക്രൈം കേസുകളിൽപ്പെട്ട ആൾക്കാരുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കി. അതിൽ 97 പേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. കേരളത്തിലെ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ 94 വ്യക്തികളെ അറസ്റ്റ് ചെയ്തു. 236.64 ഗ്രാം MDMA, 562 കിലോഗ്രാം കഞ്ചാവ് ഉൾപ്പെടെ 34 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു. 2024-25 വർഷത്തിൽ ദീർഘദൂര ട്രെയിനുകളിൽ കടത്തിക്കൊണ്ടുവന്ന മയക്കുമരുന്നുകൾ പോലീസ് പിടിച്ചെടുത്ത് 64 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1.5 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന പ്രധാന സംഘങ്ങളെ പിടികൂടാൻ ഡാൻസാഫ് ടീം സജീവമായി ഇടപെടുന്നുണ്ട്. 180 കേസുകളിലായി 251 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2024 വർഷത്തിൽ 65 കേസുകളിലായി 88 പ്രതികളുടെയും 2025 32 കേസുകളിലായി 39 പ്രതികളുടെയും സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടെടുക്കുകയും ജപ്തി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മയക്കുമരുന്നിൻ്റെ ഒഴുക്ക് തടയാൻ പ്രതിരോധത്തിൻ്റെ കവചം തീർക്കേണ്ടതുണ്ട്. അതിനായി അശ്രാന്ത പരിശ്രമത്തിലാണ് കേരള പോലീസ്. വിദേശികൾ ഉൾപ്പെട്ട കേസിൽ അതാത് രാജ്യങ്ങളിലെ എംബസികളുമായി ചേർന്ന് അന്വേഷണവും നിയമ നടപടികളും കാര്യക്ഷമമായി കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് റാക്കറ്റുകളെ കണ്ടെത്തുന്നതിലും പോലീസ് മികവ് കാണിക്കുന്നു. ഹൈദരാബാദിലെ വൻകിട മയക്കുമരുന്ന് നിർമ്മാണശാല കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഭവം ദേശീയ ശ്രദ്ധ നേടുകയുണ്ടായി. എക്സൈസ് സേനയും ശക്തമായ പ്രതിരോധം ഉയർത്തുകയാണ്. ഈ മാർച്ച് മാസത്തിൽ എക്സൈസ് സേന ആകെ എടുത്ത കേസുകൾ 10,495 ആണ്. ഇതിൽ 1,686 കേസുകൾ അബ്കാരി കേസുകൾ, 1,313 മയക്കുമരുന്ന് കേസുകൾ, 7,483 പുകയില കേസുകളും ഉൾപ്പെടുന്നു. ആകെ 7,09,00,000 രൂപയുടെ ലഹരി വസ്തുക്കളാണ് എക്സൈസ് പിടികൂടിയത്. മറ്റ് സേനകളുമായി ചേർന്നുള്ളതുൾപ്പെടെ 13,639 റെയ്ഡുകൾ നടത്തി. 1,17,777 വാഹനങ്ങളാണ് ഈ കാലയളവിൽ പരിശോധിച്ചത്. അബ്കാരി കേസുകളിൽ 66, മയക്കുമരുന്ന് കേസുകളിൽ 67 വാഹനങ്ങൾ പിടിച്ചു. അബ്കാരി കേസുകളിൽ പ്രതിയേർത്ത 1,580 പേരിൽ 1,501 പേരെയും
മയക്കുമരുന്ന് കേസിൽ പ്രതിയേർത്ത 1358 പേരിൽ 1316 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒളിവിലിരുന്ന 86 പ്രതികളെയും പിടികൂടാനായി. പുകയില കേസുകളിൽ 14,94,000 രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ട്. പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം നടത്തി സംയുക്ത ആക്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്കൂൾ, കോളേജ് പരിസരങ്ങൾ, DJ പാർട്ടി നടക്കുന്ന സ്ഥലങ്ങൾ, ടർഫുകൾ, യുവാക്കളുടെയും മറ്റും ഒത്തുചേരൽ നടക്കുന്ന സ്ഥലങ്ങൾ, ലേബർ ക്യാമ്പുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ലോഡ്ജുകൾ, കോളേജ് ഹോസ്റ്റലുകൾ, തട്ടുകടകൾ, ഇവിടങ്ങളിലൊക്കെ സംയുക്ത പരിശോധന നടത്തുകയാണ്. മയക്കുമരുന്ന് കേസുകളിൽപ്പെട്ടവരുടെ പട്ടിക പരസ്പരം കൈമാറുന്നുമുണ്ട്. എല്ലാ ജില്ലകളിലും സ്റ്റേഷൻ തലത്തിൽ പ്രത്യേക ഓപ്പറേഷൻ ഗ്രൂപ്പുകൾ SOGs രൂപീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളിലെ മയക്കുമരുന്ന് ഉപയോഗവും വ്യാപന ശ്രമങ്ങളും തടയുന്നതിനായി 4469 സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സ്കൂൾ തലത്തിലും 1776 ആൻറ്റി നാർക്കോട്ടിക് ക്ലബ്ബുകൾ കോളേജ് തലത്തിലും രൂപീകരിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെയുള്ള യുദ്ധം ആരംഭിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ തന്നെയാണ്. രക്ഷിതാക്കൾക്ക് ലഹരിയെക്കുറിച്ചും കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും അവബോധം നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇതിനായ ക്യാമ്പയിൻ നടത്തുകയാണ്. ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ബഹുമുഖ സമീപനമാണ് സ്വീകരിക്കുക. ലഹരിരഹിത കേരളത്തിനായി ആരോഗ്യ പ്രവർത്തകർ, നിയമപാലകർ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ, വിദ്യാർത്ഥി യുവജന സംഘടനകൾ എന്നിവരുൾപ്പെട്ട സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകളുടെ കൂട്ടായ്മ രൂപപ്പെടുത്തും. അതിലൂടെ നിരന്തരമായ ബോധവൽക്കരണ പരിപാടികളും സാമൂഹിക ഇടപെടലുകളും സാധ്യമാക്കും. എക്സൈസ് വകുപ്പ് നേതൃത്വം നൽകി വരുന്ന വിമുക്തി മിഷൻ പദ്ധതിയുടെ ഭാഗമായ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി ലഹരി വിമുക്ത ക്ലാസുകൾ, വിമുക്തി സ്പോർട്സ് ടീം, ഉണർവ് പദ്ധതി, ശ്രദ്ധ, നേർക്കൂട്ടം കമ്മിറ്റി, ബാല്യം അമൂല്യം പദ്ധതി, നേർവഴി പദ്ധതി, ലഹരി വിമുക്ത വിദ്യാലയം, പെൺകുട്ടികൾക്ക് സ്വയം രക്ഷാ പരിശീലനം, ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഊർജിതമായി തുടരും. സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ക്ലാസുകൾ NSS, SPC, NCC, ORC, ഹോപ്പ് തുടങ്ങിയ സംവിധാനങ്ങൾ, കുടുംബശ്രീ, PTA, റെസിഡൻസ് അസോസിയേഷനുകൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെ പോലീസ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കും. ലഹരി വിപത്തിനെതിരെ പ്രതിരോധമുയർത്താൻ പൊതുസമൂഹമാകെ സ്വയം മുന്നിട്ടിറങ്ങുന്നത് ആവേശം പകരുന്ന കാര്യമാണ്. മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ഭാഗമായി നടക്കുന്നത്. ഇടുക്കി വണ്ടൻമേട് MES സ്കൂളിലെ
അധ്യാപിക വിരമിച്ച ചടങ്ങിൽ ലഹരിക്കെതിരെ കുട്ടികൾ പ്രതിജ്ഞയെടുക്കുന്ന നിലയുണ്ടായി. കുട്ടികൾക്കിടയിൽ ലഹരിക്കെതിരെ അവബോധം സ്ഥിരമായി നിലനിർത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രചോദനം പകരും. കൊണ്ടോട്ടിയിലെ ചിറയിൽ വാർഡിൽ മയക്കുമരുന്ന് ഉപയോഗവും വിപണനവും റിപ്പോർട്ട് ചെയ്യാൻ AI സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയ സംവിധാനം തദ്ദേശീയമായി വികസിപ്പിച്ചത് മറ്റൊരു മാതൃകയായി. നിരവധി മാധ്യമങ്ങളും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ മുൻനിരയിൽ തന്നെയുണ്ട്. നാടിൻ്റെ നന്മക്കായി തങ്ങളുടെ അറിവും അധ്വാനവും മാറ്റിവെക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പ്രചോദനം പകരും. പൊതുജനങ്ങൾക്ക് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വിഷയങ്ങളും നൽകുന്നതിനായി ടോൾ ഫ്രീ നമ്പറായ നാഷണൽ നാർക്കോട്ടിക്സ് ഹെൽപ്പ് ലൈൻ 1933 നമ്പറും ADGP ലോ ആൻഡ് ഓർഡറിൻ്റെ ഓഫീസിൽ പ്രവർത്തിച്ചു വരുന്ന ആൻറ്റി നാർക്കോട്ടിക് സെൽ വിഭാഗത്തിൻ്റെ 94 97 97 97 94 മറ്റൊരു നമ്പർ 94 97 92 77 97. ഈ നമ്പറുകളും കേരള പോലീസ് ആരംഭിച്ച യോദ്ധാവ് എന്ന പദ്ധതിയിലെ 99 95 96 66 66 എന്ന വാട്സപ്പ് നമ്പറും 24 മണിക്കൂറും ലഭ്യമാണ്. 2025 മാർച്ച് മാസത്തിൽ മാത്രം 1157 ഫോൺ കോളുകൾ യോദ്ധാവ് നമ്പറിലേക്കും 3865 കോളുകൾ ആൻറ്റി ഡ്രഗ് കൺട്രോൾ റൂമിലേക്കും ലഭിച്ചിട്ടുണ്ട്. 2024-2025 വർഷങ്ങളിൽ 18 വയസ്സിന് താഴെയുള്ള 804 പേർക്കും 3566 മുതിർന്നവർക്കും കൗൺസിലിംഗ് നൽകിയിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള 19 പേർക്കും 790 മുതിർന്നവർക്കും മയക്കുമരുന്നിൽ നിന്ന് വിമുക്തി നേടുന്നതിനുള്ള ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. ലഹരി മോചന ചികിത്സ നൽകുന്നതിന് 14 ജില്ലകളിലും വിമുക്തി ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ചാണ് ഈ സെൻ്ററുകൾ. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡി അഡിക്ഷൻ സെൻ്ററിലും കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലെ വിമുക്തി ഡി അഡിക്ഷൻ സെൻ്ററിലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ലഹരി മോചന ചികിത്സക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഡി അഡിക്ഷൻ സെൻ്ററുകൾ വഴി 2016 മുതൽ ഇതുവരെ IP-യിൽ 1,40,479 പേരും OP-യിൽ 11,277 പേരും ചികിത്സ തേടി. ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലവും ശക്തവുമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന സർക്കാർ. ഇന്ന് യോഗം ചേർന്നപ്പോൾ എടുത്ത ഒരു തീരുമാനം, ഈ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ഒരു കുറവുള്ളത്, മയക്കുമരുന്നിന് വിധേയരായ ആളുകൾ വീടുകളിൽ നിന്ന് പരാതിയൊക്കെ വന്ന് പിടിക്കുന്ന അവസ്ഥ വരുമ്പോൾ അവർ വല്ലാതെ അക്രമാസക്തമാകുന്നുണ്ട്. ഈ അക്രമാസക്തരായ ആളുകളെ താമസിപ്പിക്കുന്നതിനുള്ള ഡി അഡിക്ഷൻ സെൻ്ററുകൾ, അതിനുള്ള സൗകര്യങ്ങൾ നമ്മളെ ഡി അഡിക്ഷൻ സെൻ്ററുകളിലില്ല. ആകെ സംസ്ഥാനത്ത് ഒരു സെൻറ്റർ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് ജില്ലയിൽ അത്തരമൊരു ഡി അഡിക്ഷൻ സെൻ്റർ കൂടി വേണമെന്ന്
തീരുമാനിച്ചിട്ടുമുണ്ട്. ലഹരിയുടെ പിടിയിൽ നിന്നും യുവതലമുറയെ സംരക്ഷിക്കാനും നാടിൻ്റെ സമാധാനവും സന്തോഷവും ഉറപ്പുവരുത്താനും നമ്മളേവരും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ഇതൊരു വലിയ യുദ്ധമായി കണക്കാക്കണം. നാടൊന്നാകെ തോളോട് തോൾ ചേരേണ്ട സമയമാണിത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും ലഹരി വിമുക്ത കേരളം പടുത്തുയർത്താനും എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുന്നു. യോജിച്ച പ്രവർത്തനത്തിലൂടെ നമുക്ക് ലക്ഷ്യം കൈവരിക്കാൻ കഴിയുക തന്നെ ചെയ്യും. ഈ സർക്കാരിൻ്റെ 4ാം വാർഷികം ഏപ്രിൽ 21 മുതൽ മെയ് 30 വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നതാണ്. 2016 അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ സർക്കാർ. ആ നിലക്ക് 9 വർഷത്തെ വികസന നേട്ടങ്ങളുടെ ആഘോഷമായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം മാറുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും നാടിൻ്റെ സമ്പൽ സമൃദ്ധമായ ഭാവി മുന്നിൽ കണ്ടുള്ള വികസന പദ്ധതികളും ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കാനുള്ള പരിപാടികളാണ് വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുക. സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച്, വിവിധ പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കാൻ പൊതുജനങ്ങൾക്ക് വിപുലമായ സൗകര്യമൊരുക്കും. സർക്കാരും ജനങ്ങളുമായുള്ള ഇഴയടുപ്പം ദൃഢമാക്കാനും കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാനും സഹായിക്കുന്നതുമായിരിക്കും ഈ വാർഷികാഘോഷം. വാർഷികാഘോഷങ്ങൾക്ക് ഏപ്രിൽ 21 കാസർഗോഡ് തുടക്കം കുറിക്കും. എല്ലാ ജില്ലകളിലും ജില്ലാതല യോഗങ്ങൾ നടക്കും. അവയിൽ മുഖ്യമന്ത്രി നിലയിൽ നേരിട്ട് പങ്കെടുക്കും. പ്രദർശന വിപണന മേളകൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തിരുവനന്തപുരത്താണ് വാർഷികാഘോഷ പരിപാടിയുടെ സമാപനം. ജില്ലാതല യോഗങ്ങളിൽ ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കും. സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ, ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രതിനിധികൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകൾ, പ്രൊഫഷണലുകൾ, വ്യവസായികൾ, പ്രവാസികൾ, സാമുദായിക നേതാക്കൾ തുടങ്ങിയവരെല്ലാം യോഗത്തിൽ പങ്കെടുക്കും. യോഗം രാവിലെ 10:30 തുടങ്ങി 12:30 അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നവകേരളത്തിലേക്ക് ഉറച്ച ചുവടുവെപ്പുകളുമായി നാം മുന്നേറുകയാണ്. ഈ അവസരത്തിലാണ് 4ാം വാർഷികാഘോഷങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നത്. തുടർന്നു വരുന്ന പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനും പുതിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള അവസരമായി കൂടി 4ാം വാർഷികാഘോഷത്തെ കാണുകയാണ്. ജനങ്ങൾ നൽകിയ പിന്തുണയാണ് കേരളത്തിൻ്റെ നേട്ടങ്ങളെല്ലാം സാധ്യമാക്കാൻ സർക്കാരിന് ഊർജവും പ്രചോദനവും നൽകുന്നത്. സർക്കാരിൻ്റെ മുന്നോട്ടുള്ള യാത്രയിലും ജനങ്ങളുടെ
പിന്തുണ അത്യന്താപേക്ഷിതമാണ്. പ്രതിസന്ധികളിലും സന്തോഷത്തിലും വികസനത്തിലും ആഘോഷങ്ങളിലുമെല്ലാം നാം ഒറ്റക്കെട്ടായി നിന്നു. സർക്കാരും ജനങ്ങളും കൈകോർത്ത് നിൽക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും. ഒരേ മനസ്സോടെയുള്ള ഈ യാത്ര നമുക്ക് തുടരാം. 4ാം വാർഷികാഘോഷം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നേട്ടങ്ങളുടെ ആഘോഷമായി മാറുമെന്ന് ഉറപ്പുണ്ട്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഈ ആഘോഷത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേനൽ ചൂടിൻ്റെ തീവ്രത ഏറുകയാണ്. ഇടയ്ക്ക് വേനൽ മഴ ലഭിച്ചു. പക്ഷേ ചൂടിൻ്റെ ആധിക്യത്തിൽ കാര്യമായ കുറവുണ്ടാകുന്നില്ല. ഈ സാഹചര്യത്തിൽ ഉഷ്ണതരംഗ സാധ്യത ഗൗരവപൂർവ്വം കാണണം. ഉഷ്ണതരംഗം നേരിടുന്നതിൻ്റെ ഭാഗമായി ആവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും പൊതുസ്ഥലങ്ങളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും. രൂക്ഷമായ ചൂട് അനുഭവപ്പെടുന്ന 11 മണി മുതൽ 3 മണി വരെ തണലുള്ള പൊതുസ്ഥലങ്ങൾ, പാർക്കുകൾ തുടങ്ങിയവ വിശ്രമത്തിനായി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിന് എല്ലാ ആശുപത്രികളിലും ഹീറ്റ് ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആകെ 1444 കേസുകളാണ് ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചിരുന്നത്. ഈ വർഷം ഇതിനോടകം 156 കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവയിൽ കൂടുതലും പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ താപനില കൃത്യമായി മോണിറ്റർ ചെയ്തുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കും. ചൂട് വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിൽ സമയക്രമം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. നേരിട്ട് സൂര്യപ്രകാശമേൽക്കാൻ സാധ്യതയുള്ള തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷയും സൗകര്യങ്ങളും തൊഴിലിടങ്ങളിൽ ഒരുക്കണം. പഠന പിന്തുണ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ സമയത്ത് സ്കൂളുകൾ നടക്കുന്ന ക്ലാസ്സുകൾ കഴിവതും ഉച്ചയ്ക്ക് മുൻപ് അവസാനിപ്പിക്കണം. സ്കൂളുകളിൽ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുന്നതിനായി വാട്ടർ ബെൽ സംവിധാനം തുറന്നു വരുന്നുണ്ട്. ഉഷ്ണകാലത്ത് വന്യജീവികൾക്ക് കാട്ടിനുള്ളിൽ ആവശ്യത്തിന് ജലലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. വിസ്റ്റ ക്ലിയറൻസും കുളം, പുൽത്തകടി എന്നിവയുടെ നവീകരണവും നടപ്പിലാക്കും. വനത്തിനുള്ളിൽ ഫലവൃക്ഷങ്ങളും നടും. വളർത്തുമൃഗങ്ങളുടെ കൂടിന് മുകളിൽ ഇലകളിട്ട് മൂടിയും ഇടയ്ക്കിടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്തും അവയെ ചൂടിൽ നിന്നും സംരക്ഷിക്കാവുന്നതാണ്. പകൽ ചൂട് കൂടുതലുള്ള സമയത്ത് മൃഗങ്ങളെ മേയാൻ വിടുന്നത് ഒഴിവാക്കണം. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിലൂടെ 1027 തദ്ദേശ സ്ഥാപനങ്ങൾ ശുചിത്വ മികവിലായിട്ടുണ്ട്. 939 പഞ്ചായത്ത്, 83 മുനിസിപ്പാലിറ്റി, 5 കോർപ്പറേഷൻ എന്നിവയാണ് ഇതുവരെ ശുചിത്വ മികവ് കൈവരിച്ചത്. 19,489 പഞ്ചായത്ത് വാർഡും 19,093 നഗരസഭാ വാർഡും ഈ മികവിലേക്ക് എത്തി. 3060 ടൗണുകൾ ഹരിത പദവി സ്വന്തമാക്കി. മാർക്കറ്റ്, പൊതുസ്ഥലം,
3087. അയൽക്കൂട്ടം 2,87,409. വിദ്യാലയങ്ങൾ 14,321. കലാലയങ്ങൾ 1,370. സ്ഥാപനങ്ങൾ 57,201. ടൂറിസം കേന്ദ്രങ്ങൾ 317. ഇവയ്ക്കെല്ലാം ഹരിത പദവി ലഭിച്ചു. ഹരിതകർമ്മസേന ഈ സാമ്പത്തിക വർഷം നേടിയത് 348,90,00,000 രൂപയാണ്. 37,134 ഹരിതകർമ്മ സേനാംഗങ്ങളാണ് നമുക്കുള്ളത്. മാലിന്യം വലിച്ചെറിയൽ സംബന്ധിച്ച പരാതി അറിയിക്കുന്നവർക്കുള്ള പാരിതോഷിക തുക ഉയർത്താനും തീരുമാനമായിട്ടുണ്ട്. 9446700800 എന്ന വാട്സപ്പ് നമ്പറിലാണ് പരാതി അറിയിക്കേണ്ടത്. തദ്ദേശ വകുപ്പ് സംഘടിപ്പിക്കുന്ന വൃത്തി 2025 ദേശീയ കോൺക്ലേവ് തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിലൂടെ കൈവരിച്ച മുന്നേറ്റത്തിൻ്റെ ചർച്ചയും ഭാവി ആസൂത്രണവുമാണ് ലക്ഷ്യം. 7 മേഖലകളിലായി 60 സെഷനുകളിൽ 200 വിദഗ്ധർ ആശയങ്ങൾ പങ്കുവെക്കും. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പും തദ്ദേശ സംഭരണ വകുപ്പും സംയുക്തമായി നടത്തിവരികയാണ്. തിരഞ്ഞെടുത്ത ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് വാർഡ് ശുചിത്വ സമിതികളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മാലിന്യമുക്ത ക്യാമ്പയിൻ്റെ ഭാഗമായി എൻഫോഴ്സ് സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അടുത്തിടെയായി ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിക്കുന്നു. ഈ സമയത്ത് ജലജന്യ രോഗങ്ങൾ പടരാനുള്ള സാധ്യതയും കൂടുതലാണ്. കൊതുക് പോലെ അസുഖം പരത്തുന്നവയുടെ ഉറവിടം നശീകരിക്കുമെന്ന് ഉറപ്പാക്കണം. ശുദ്ധമായ ജലം മാത്രം ഉപയോഗിക്കുക. കെട്ടിക്കിടക്കുന്ന മലിനമായ ജലസ്രോതസ്സുകൾ കണ്ടെത്തേണ്ടതും ഇവിടെ ജനങ്ങൾ ഇറങ്ങാതിരിക്കാൻ ബോർഡുകൾ സ്ഥാപിക്കേണ്ടതുമാണ്. ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. പോക്സോ കേസുകൾ അന്വേഷിക്കുന്നതിന് പോലീസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതിന് 304 തസ്തികകൾ സൃഷ്ടിക്കും. DYSP 4, SI 40, ASI 40, SCPO 120, CPO 100 ഇങ്ങനെയാണ് തസ്തികകൾ. 2025-26 വർഷത്തെ കരട് മദ്യനയം അംഗീകരിച്ചു. കെൽട്രോണിലെ തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണം 2017 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂരഹിതരായ അതിദരിദ്രർക്ക് ഭൂമി കണ്ടെത്താൻ ജില്ലകളിൽ ഇതര വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ളതും ഉപയോഗിക്കാതെ തുടരുന്നതുമായ ഭൂമിയും സുനാമി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതും ആൾതാമസമില്ലാതെ കിടക്കുന്നതുമായ ഫ്ലാറ്റുകളും വിനിയോഗിക്കുന്നതിന് ജില്ലാ കലക്ടർമാർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്ത് ജില്ലാ കലക്ടർമാർ ഭൂമി കണ്ടെത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്.